സ്നേഹമുള്ളവരെ, ഹൈറേഞ്ചിലെ പള്ളികളിൽ നോമ്പ് കാലത്ത് എല്ലാ വീടുകളും വെഞ്ചരിക്കുകയും വാർഷികപ്പിരിവ് നടത്തുകയും ചെയ്യുന്ന പതിവുണ്ട്. പാവപ്പെട്ട പള്ളികളിൽ പ്രത്യേകിച്ചും ഒരു വർഷത്തിന് വേണ്ട ചെലവുകൾക്ക് ഉള്ള പണം കണ്ടെത്തുന്നത് ഇങ്ങനെ വാർഷികപ്പിരിവ് നടത്തുന്ന സമയത്താണ്. 10-15 വർഷങ്ങൾക്ക് മുൻപേ ഒരു ഇടവകയിൽ ഞാനിങ്ങനെ വാർഷികപ്പിരിവ് നടത്തുന്ന സമയം അല്പം പ്രായവും പക്വതയൊക്കെയുള്ള ഒരു ചേട്ടന് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഏതാണ്ട് ഉച്ച സമയത്ത് നടന്നാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. മിക്കവാറും എല്ലാ വീടുകളിലും നടന്നൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അല്പം വിയർത്തും മടുത്തും ഒക്കെ ചെന്ന എന്നോട് ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് പോലും ഇല്ല. നമ്മൾ സ്വർഗത്തിലേക്ക് തന്നെ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. നടന്നു ചെല്ലുന്ന ഒരാളെ പത്രോസ് നോക്കുക പോലും ഇല്ല. ഇനി ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല 2 വീലറിനൊക്കെ ചെല്ലുക, പത്രോസ് ഒന്ന് കണ്ണ് പൊക്കി നോക്കും, തല ഉയർത്തി നോക്കും. ഇനി അതല്ല, ഒരു 4 വീലറിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് അനങ്ങിയിരിക്കും. നല്ല വിലയുള്ള കൊണ്ടാസ പോലത്തെ വണ്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പത്രോസ് എഴുന്നേറ്റ് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഡോറ് തുറന്ന് നിന്ന് കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോകും. നമ്മുടെ സമൂഹത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹം പ്രതിഫലിപ്പിക്കുകയായിരുന്നു. പണമുള്ളവർ കൂടുതൽ ബഹുമാനിക്കപ്പെടണം എന്നുള്ള ഒരു ധാരണ. ആ ധാരണയിൽ നിന്നും ഉരുത്തിരിഞ്ഞ മറ്റൊരു രീതിയും നമുക്കുണ്ട്. പണം എങ്ങനെ ഉണ്ടാക്കിയാലും കയ്യിലുള്ള പണമുണ്ടാക്കുന്ന വഴിയെ ന്യായീകരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. ഏത് തരത്തിൽ കള്ളക്കടത്ത് വഴിയാണെങ്കിലും മറ്റേത് അനീതി നിറഞ്ഞ തട്ടിപ്പ് നിറഞ്ഞ വഴിയിലൂടെയാണെങ്കിലും കയ്യിൽ പണമുണ്ടെങ്കിൽ ഉള്ള പണമുണ്ടാക്കിയ വഴിയെ നീതീകരിക്കുന്നു എന്നുള്ളൊരു ചിന്ത. എന്നാൽ സക്കേവൂസ് ജീവിച്ചിരുന്ന സമൂഹത്തിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ പണത്തേക്കാൾ കൂടുതൽ വില പണമുണ്ടാക്കുന്ന വഴിക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് സക്കേവൂസ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിട്ട് തീർന്നതും അയാളൊരു പാപിയായി പരിഗണിക്കപ്പെട്ടിരുന്നതും. അതിന് ഒന്നാമത്തെ കാരണം, നികുതി പിരിവുകാർ വിദേശ ആധിപത്യത്തിന്, റോമാ സാമ്രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്, എത്രമാത്രം പിരിക്കണമെന്ന് അവർക്ക് നിർദ്ദേശമുണ്ടോ അതിനേക്കാളും ഒരുപാട് കൂടുതൽ പിരിക്കുന്നു എന്നുള്ളതും ഒരു കാരണം തന്നെയായിരുന്നു. ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് എപ്പോഴും നികുതി പിരിവുകാർ പാപികളുടെ ഗണത്തിലാണ് കരുതപ്പെട്ടിരുന്നത്. പാപികളുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടിരുന്ന സക്കേവൂസിന് പക്ഷേ ഉള്ളിലൊരാഗ്രഹമുണ്ടായി, യേശുവിനെ കാണണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ആഗ്രഹമാണ് നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. ആദിമ പറുദീസായിൽ ആദിമാതാപിതാക്കൾക്കുണ്ടായ ആഗ്രഹം കണ്ണിന് കൗതുകകരമായിട്ടുള്ള ആ പഴം അതിൻ്റെ സ്വാദറിയണം എന്നുള്ളതായിരുന്നു. ദൈവം പറഞ്ഞു, ഇതിൽ നിന്ന് പറിച്ചു തിന്നരുത്. പക്ഷേ അവർക്ക് അത് കൗതുകകരമായിട്ട് തോന്നി. ആഗ്രഹത്തിൽ പാപത്തിൻ്റെ ആദ്യ വിത്തുകൾ പാകപ്പെടുകയാണ്. ഇവിടെ ആകട്ടെ സക്കേവൂസിൻ്റെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം എന്ന് മാത്രമായിരുന്നു. കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമം എടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, നമുക്ക് നന്മ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാവുന്നു. ആ ആഗ്രഹത്തിൽ നിന്ന് അതിന് വേണ്ട പരിശ്രമം എടുക്കുന്നു. പരിശ്രമം ദൈവം വിജയിപ്പിക്കുമെന്നുള്ളതാണ് സക്കേവൂസിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു പ്രിയപ്പെട്ട ഒരു ചേട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹം ഒരുപാട് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കലാലയ ജീവിത കാലഘട്ടത്തിൽ ഒരു യുക്തിവാദി ചിന്തകളിലേക്കൊക്കെ മുഴുകിയ അദ്ദേഹം പിന്നീട് യേശുവിനെ പറ്റി പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിൽ തോന്നി. യുക്തിവാദികൾ പറയുന്നത് സത്യമാണെന്നറിയാൻ. അതിനു വേണ്ടിയിട്ട് അയാൾ ചെയ്തത്, അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം പല പ്രാവശ്യം വായിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ആദ്യമായിട്ട് യേശു ഒരു മനുഷ്യ സ്നേഹിയാണ്. രണ്ടാമത് അയാൾക്ക് മനസ്സിലായി, യേശു ലോകത്തിൽ വന്ന് പറഞ്ഞത് മുഴുവൻ സ്നേഹത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുന്ന ആ സാഹചര്യം അയാൾ എൻ്റെ അടുക്കൽ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ഒരുപാട് സ്നേഹമാണ് യേശുവിനുണ്ടായിരുന്നത്. സ്നേഹം ചേർത്ത് വിളമ്പിയപ്പോൾ ഒരുപാടുണ്ടായി. അപ്പം നിങ്ങൾക്ക് തരുമെന്നല്ല യേശു പറഞ്ഞത്, ഇതുപോലെ സ്നേഹം.
ഇനിയും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടുമുള്ള സ്നേഹം കൊണ്ട് വിളമ്പുമ്പോൾ 10 മടങ്ങ് വർദ്ധിക്കുകയും ഉള്ളവർക്ക് മുഴുവനും കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് അയാൾ കണ്ടെത്തുകയും നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഇന്നും അദ്ദേഹം നല്ല വിശ്വാസിയായിട്ട് ജീവിക്കുന്നു. ആഗ്രഹത്തിൽ നിന്നാണ് ആദ്യത്തെ മാനസാന്തരത്തിനുള്ള കാൽവെപ്പുണ്ടാകുന്നത്. ആഗ്രഹത്തിൽ നിന്നാണ്. യേശു അയാൾ പോയ വഴിയിലൂടെ തന്നെ അയാൾ കയറിയിരുന്ന മരത്തിൻ്റെ ചുവടിലുള്ള വഴിയിലൂടെ തന്നെ പോവുകയും രണ്ടാമത്തെ സ്റ്റെപ്പ് യേശു എടുക്കുകയും ചെയ്യുകയാണ്. സക്കേവൂസേ, നീ ഇറങ്ങി വരിക, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം. ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ ഒരു ദിവസം മുഴുവനും താമസിക്കാനുള്ള ആഗ്രഹം യേശു പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ സക്കേവൂസ് ആവട്ടെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു. അയാൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയുകയാണ് മാനസാന്തരത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാനസാന്തരം വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ മാത്രമുള്ളതല്ല, അത് പ്രവർത്തികൾ കൊണ്ടുള്ളതാണ്. പരിഹാരം ചെയ്യണം. പരിഹാരമില്ലാത്ത മാനസാന്തരങ്ങളൊന്നും മാനസാന്തരവുമല്ല. റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ അയാൾ ആഗ്രഹിക്കുന്ന അയാൾ പറയുക, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. എനിക്കുള്ള സ്വത്തിൽ പകുതിയും ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. പകുതി മാത്രം എന്താ ദരിദ്രർക്ക് കൊടുത്തത്? ബാക്കി പകുതി അയാൾ മാറ്റിവെക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നതിന്. അങ്ങനെ തിരിച്ചു കൊടുത്തപ്പോഴാണ് യേശു പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. മാനസാന്തരം ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊള്ളുന്നതാണ്. അതുമാത്രമല്ല, അതിൽ പങ്കുവെക്കലുണ്ട്. എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. പങ്കുവെക്കലും പരിഹാരവും കൂടി ചേരുന്നതാണ് മാനസാന്തരം. ഇതാണ് കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതുവരെയും സുവിശേഷത്തിൽ കുടുംബം ഒന്നാകെ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണില്ല. ഇതാ ഇവിടെ നീ മാത്രമല്ല, നീ നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ, അനീതിപരമായിട്ട് എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുമ്പോൾ ഈ കുടുംബവും കൂടെ രക്ഷപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷയില്ലാത്തതിൻ്റെ, സമാധാനമില്ലാത്തതിൻ്റെ, ഒരുപക്ഷേ ഒരുപാട് കാലങ്ങളായിട്ട് തുടരുന്ന ചില പ്രതിസന്ധികളുടെയൊക്കെ കാരണം പാവപ്പെട്ടവരുടെ എന്തെങ്കിലുമൊക്കെ, അത് ജോലി ചെയ്യുന്ന ആളുകളുടെ കൂലിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ മറ്റുള്ളവരുടെ പണമുണ്ട്, സ്വത്തുണ്ടെങ്കിൽ അതിങ്ങനെ നീറി നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, കുടുംബത്തിൻ്റെ സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീരിൻ്റെ വില നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ നോമ്പുകാലം. അതിനു വേണ്ടിയിട്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥതയുള്ള ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കണ്ടെത്തണമെങ്കിൽ ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം പാദങ്ങളിലേക്ക് കയറണം. അത് പ്രവൃത്തിയായിട്ട്, പ്രയത്നമായിട്ട് രൂപാന്തരപ്പെടണം. യേശു തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ കാണുന്നവനും നമ്മുടെ ഉള്ളിൽ ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തെ നമ്മൾ അറിയുന്നതിന് മുൻപേ അറിയുന്നവനുമാകയാൽ അവൻ ബാക്കി ചെയ്തുകൊള്ളും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കപ്പെട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അർഹതപ്പെടാത്തതുണ്ടെങ്കിൽ അത് ദൈവത്തെ കണ്ടെത്താനും രക്ഷ നേടാനും തടസ്സമായിട്ട് നിൽക്കും എന്നുള്ള ഒരു വലിയ പാഠവും കൂടെ സക്കേവൂസ് നമുക്ക് നൽകുന്നുണ്ട്. നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.